ഇതിനിടയ്ക്കാണ് ഈ മാസ്റ്റർ സ്ട്രോക്ക് എന്നൊക്കെ പറയുന്ന BJPയുടെ ചില ഓപ്പറേഷൻസ് നടക്കുന്നത്. വളരെ സീനിയറായ 2 RSS കാര്യകർത്താക്കൾ ഉദ്ധവ് താക്കറെ വീട്ടിൽ പോയി കാണുന്നു, സംസാരിച്ചു, തിരിച്ചു വന്നു. പക്ഷേ ഇത് വാർത്തയായി. ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ RSS നേതാക്കൾ ഈ സമയത്ത് എന്നെ വന്ന് കാണേണ്ട കാര്യം എന്താ എന്ന് ഉദ്ധവ് താക്കറെ ആലോചിക്കുക. അവർ രാഷ്ട്രീയമൊന്നും പറയില്ല, ബട്ട് പറയാതെ അതിലൊരു സിഗ്നലുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ആവശ്യം അവർക്കുണ്ട്, എന്നെ കൂടെ ചേർക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. എന്നാൽ പിന്നെ ഈ മഹാരാഷ്ട്ര വികാസ് അഘാടി അങ്ങ് വിട്ടാലോ, വിട്ടിട്ട് തിരിച്ചു പോയാൽ നമുക്ക് തന്നെ അറിയാവുന്ന ഏകനാഥിൻ്റെ ഫഡ്നവിസ്, ഇതൊന്നും ഉദ്ധവ് താക്കറേക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊന്നുമല്ല. മിനിഞ്ഞാന്ന് വരെ ഒരേ ഇലയിൽ ഊണ് കഴിച്ച ആൾക്കാരാണ്. പോയേക്കാം. ഇങ്ങനെ ഒരു ചിന്ത ഉദ്ധവ് താക്കറേക്ക് ഉണ്ടാവുമ്പോൾ അയാൾക്ക് ധൈര്യം കൂടും, MVAയിൽ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ആവേശം കൂടും. കാരണം പോടാവില്ലെന്ന് പറഞ്ഞ് ഞാൻ അപ്പുറത്ത് പോകും എന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യാം. ഈ ബ്ലാക്ക് മെയിൽ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ മഹായുദ്ധിയിൽ എടുക്കാം എന്ന് ഗ്യാരണ്ടി ഒന്നുമില്ല. ഈ RSS നേതാക്കളുടെ ഒരു വിസിറ്റിൻ്റെ പുറത്തൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്ത് മൂക്കും കുത്തി വീണാൽ എങ്ങനെ ഇരിക്കും? അതോടെ ഭസ്മമായി പോകും. അങ്ങനത്തെ ഒരു പൊസിഷനിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ് ഉദ്ധവ് ഠാക്കറെ കാണിച്ച കാർഡിനൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ബാലാസാഹേബ് താക്കറെയുടെ ആ ലെഗസി കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ്. ഇവർ ശിവസേന തുടങ്ങുന്നത് ഒരു ചെറിയ പരോക്കിയൽ തിങ്കിങ് ആയിട്ടാണ്. മഹാരാഷ്ട്രക്കാർ മാത്രം മതി, ബോംബെയിൽ നിന്ന് ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങിത്തരണം എന്നൊക്കെ പറഞ്ഞ് അതിനകത്തൊരു കഴമ്പുണ്ട് കേട്ടോ. അത്രയധികം മഹാരാഷ്ട്രക്കാരുടെ എണ്ണം കുറയുകയും അന്യനാട്ടിൽ നിന്ന് വന്നവർ, ഇമിഗ്രൻസ് എന്ന് പറയുന്നവർ, അവർ കയറി അങ്ങ് മേയുകയും ഒക്കെ. ഞാൻ പണ്ട് ബോംബെയിൽ എനിക്കറിയാം, ചെമ്പൂരിൽ ചിറയൻകീഴുകാരനാണ് രാമകൃഷ്ണ ദാദ. പുള്ളിയാണ് ചെമ്പൂരി ഭരിക്കുന്നത്. ക്യാൻ യു ഇമാജിൻ? മഹാരാഷ്ട്രയിൽ പോയിട്ട് മലയാളി അവിടെ ദാദയായിരിക്കുന്നു, മഹാരാഷ്ട്രക്കാരനെ ഒച്ചനച്ചിരിക്കുന്നു രാമകൃഷ്ണ ദാദയുടെ മുമ്പിൽ. ചിറയൻകീഴുകാരനാണ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വന്ന് ആൾക്കാർ അങ്ങനെയാണ് ശിവസേന ക്ലച്ച് പിടിക്കുന്നത്. ക്ലച്ച് പിടിച്ചു കഴിഞ്ഞപ്പോൾ ബാലാസാഹേബ് താക്കറേക്ക് മനസ്സിലായി ഈ മുദ്രാവാക്യം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇത് കുറച്ച് കഴിയുമ്പോൾ പൊളിയും. ഈ ഭാരതീയർ സാധാരണ ഈ ഇടുങ്ങിയ ചിന്താഗതിയെ അംഗീകരിക്കുന്നവരൊന്നും അല്ല. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു, വളരെ പെട്ടെന്ന് രാമജന്മഭൂമി വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി അങ്ങ് ചിറക് വിരിച്ച് ഹിന്ദുത്വത്തിലേക്ക് അങ്ങ് ഇറങ്ങി. അതല്ലാതെ ബാലാസാഹേബ് താക്കറേക്ക് ഹിന്ദുത്വ ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല. ഈ 89-90 കാലഘട്ടത്തിൽ പുള്ളി ട്രാക്ക് മാറിയിട്ടിടാൻ, ഈ ട്രാക്ക് ഇറ്റ് ഈസ് ലീഡിങ് അസ് നോവെയർ, അതുകൊണ്ട് അനന്തമായ ഈ ട്രാക്കിലേക്ക് കയറാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കയറിക്കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു കയറ്റമാണ്. പിന്നെ പുള്ളി അതിൻ്റെ ഉസ്താദായിട്ട് മാറും. ഇതാണ് ബാലാസാഹേബ് താക്കറെ. ഈ പാരമ്പര്യം കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് ഉദ്ധവ് താക്കറെയുടെ കുറ്റം. അപ്പോൾ ശിവസൈനികർ എന്നാണ് അവരുടെ പ്രവർത്തകരെ വിളിക്കുന്നത്. അവരുടെ ഗതി എന്താ? അവർ നോക്കുമ്പോൾ എന്താ ഈ മനുഷ്യൻ കാണിച്ച് മുഖ്യമന്ത്രി ആവാനായിട്ട്? ശരി, മുഖ്യമന്ത്രിയായി, ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു. ഇനി എന്താ ചെയ്യാൻ പോകണം? നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വഴക്കിടുന്നു, ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തൻ്റെ പേര് നിർദ്ദേശിക്കണം എന്ന് പറഞ്ഞ് വഴക്കിടുന്നു. ഒരു സ്റ്റെപ്പ് താഴെയാണ് പോയിരിക്കുന്നത്. സ്ഥാനം കിട്ടുന്നതും സ്ഥാനാർത്ഥിയാവുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് താഴെയാണ് ഉദ്ധവ് താക്കറെ നിൽക്കുന്നത്. ഇതിൻ്റെ ഗുണം ഏകനാഥ് ഷിൻഡേക്ക് കിട്ടുന്നു.